ഹലോ വെൽക്കം ഓൾ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെടുക്കുന്നത് എൻവയറമെൻ്റൽ എക്കണോമിക്സിൻ്റെ മോഡ്യൂൾ 2-ൻ്റെ ഹോട്ട്സ്പോട്ട്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ത്രെഡ്സ് ടു ബയോഡൈവേഴ്സിറ്റി ആൻഡ് ടോപ്പിക് ഇൻക്ലൂഡിങ് ഹാബിറ്റാറ്റ് ലോസ്, പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ്, മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ് എന്നുള്ള ഈ ടോപ്പിക്കുകളായിരിക്കും. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു ബേസിക് ഐഡിയ ഉള്ള ടോപ്പിക്കുകളാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഹോട്ട്സ്പോട്ട്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കാണുമല്ലോ. ബാക്കിയൊക്കെ ബയോഡൈവേഴ്സിറ്റിക്ക് എന്തൊക്കെ തരത്തിലുള്ള ത്രെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ലോസ്, ജീവികളുടെയും അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയൊക്കെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ വൈൽഡ് ലൈഫിനെ പോച്ചിങ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ലൈഫിനെ അനധികൃതമായി മാൻവേട്ട അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടുക, ചന്ദനമരങ്ങൾ മുറിക്കുക, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കേട്ടാണ്. അതെല്ലാമാണ് പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ്. ഇനി അതുപോലെ തന്നെ മാൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വൈൽഡ് ലൈഫ്, പ്രത്യേകിച്ച് കാട്ടുമൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഈ ടോപ്പിക്കിലാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞില്ല, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇതിനെക്കുറിച്ച് കാണും. പ്രത്യേകിച്ച് ഈ ടോപ്പിക്ക് നമ്മൾ എക്സാമിന് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കറണ്ടായിട്ടുള്ള കാര്യങ്ങളിലെ നമുക്കറിയാവുന്ന നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കി നിങ്ങൾ പ്രതിപാദിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങ് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഗ്യാസൊക്കെ ആയിപ്പോകുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരാവേ. ഒരു സെക്കൻഡ് ഞാൻ എൻ്റെ മൈക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. Okay, so first we are going to see what is biodiversity hotspots. അപ്പോൾ ഹോട്ട്സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളെന്താ പറയുക, ഒരു പ്രത്യേക ഏരിയ, ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ഏരിയ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്. അപ്പം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക ഏരിയ, അതുപോലെ തന്നെ ഒത്തിരി ഭീഷണികൾ നേരിടുന്ന ബയോഡൈവേഴ്സിറ്റിയുടെ സർവൈവലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസിന് ഭയങ്കര ഭീഷണികൾ നേരിടുന്ന ഏരിയ എന്നാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന വാക്കിന് അർത്ഥം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി hotspot? A biodiversity hotspot is a biogeographical region that is both a significant reservoir of biodiversity, that is very important, and is threatened with destruction. So these are the two conditions for being a biodiversity hotspot. Actually, what is biodiversity hotspot? A biodiversity hotspot is a biogeographic region. It will be a biogeographic region with a substantial presence of biological diversity in the form of diversity of animals and plants, okay, and as well as microorganisms, and that is both a significant reservoir of biodiversity. ധാരാളം ബയോഡൈവേഴ്സിറ്റി കാണും. പിന്നെ അല്ലാതെ it will be threatened with destruction. ബയോഡൈവേഴ്സിറ്റി നാശം, അല്ലെങ്കിൽ അത് ആ ബയോഡൈവേഴ്സിറ്റി അവിടെ ഒരു സർവൈവൽ പ്രോബ്ലം നേരിടുന്നുണ്ട്. Okay, threatened with the destruction. So these are the two conditions for being a biodiversity hotspot. Biodiversity hotspot is a biogeographic region. Okay, then biodiversity hotspots are areas of Earth that are biologically rich but deeply threatened. Biologically rich but ഡീപ്ലി ത്രെറ്റ് ഉണ്ട്. ബയോളജിക്കലി റിച്ച് ആയിരിക്കും, പക്ഷേ ഭയങ്കര ത്രെറ്റ് അവിടെ കാണും. ബാഡ് അഗ്രികൾച്ചർ ഫോർ എക്സാമ്പിൾ. ദെൻ വാട്ട് ആർ ദി പ്രോബ്ലംസ്, വാട്ട് ആർ ദി റിയൽ ഇഷ്യൂസ് that creates biodiversity hotspots, or what we can say destruction of biodiversity. Bad agriculture practices, development, urbanization, pollution, diseases, all those things we are already familiar with, are adversely affecting the biodiversity there. Okay, small insects and plants are disappearing in the context of climate change. That is very important, which we are not observing. We are always concerned about the disappearance and the problems caused by human activity as well as climate change to big animals, not regarding what small animals. Small insects and plants are disappearing in the context of climate change. So climate change has made life difficult for small insects and plants. Creation of certain areas of large number of endemic species. വംശനാശം നേരിടുന്ന ധാരാളം സ്പീഷീസ് പല ഏരിയാസിലുണ്ട്. പ്രത്യേകിച്ച് ചില ഏരിയ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് മഡഗാസ്കർ. നിങ്ങൾ കേട്ടാണ്, മഡഗാസ്കർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബയോളജിക്കലി ഡൈവേഴ്സ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഭയങ്കര പ്രാചീന മൃഗങ്ങളുള്ള, പണ്ടത്തെ തന്നെ മൃഗങ്ങളുള്ള ഒരു റീജിയനാണ് മഡഗാസ്കർ. അതുപോലെ ആമസോൺ ഫോറസ്റ്റ്, ഹിമാലയൻ മൗണ്ടൻസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഐലൻഡ്, ഇന്തോനേഷ്യ പോലുള്ള സുമത്ര, ജാവ, അവിടെയൊക്കെ പലതരത്തിലുള്ള ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ആനിമൽസും പ്ലാന്റ്സും ഉണ്ട്. ആഫ്രിക്കൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, ആഫ്രിക്കയിലെ കോങ്കോ അങ്ങനെയുള്ള അവിടെ
അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ആൻഡ് വെസ്റ്റേൺ ഗാറ്റ്സ് വേർ വി ആർ ലിവിങ് ആക്ച്വലി. അപ്പോൾ ഇന്ത്യയിലെ വെസ്റ്റേൺ ഗാറ്റ്സ്, നമ്മളൊക്കെ വെസ്റ്റേൺ ഗാറ്റ്സ് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. നമ്മളൊരു പക്ഷേ ഒരു 10-30 കിലോമീറ്റർ വനമേഖലയിലേക്ക് നമ്മൾ അങ്ങോട്ട് കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര വ്യത്യസ്തമായ ഒരു ഡൈവേഴ്സിറ്റി ആയിട്ടുള്ളൊരു ഏരിയയാണ് വെസ്റ്റേൺ ഗാറ്റിലുള്ളത്. പക്ഷേ അവിടുത്തെ മൃഗങ്ങളൊക്കെ ഇല്ലെന്നായി പോയി. അപ്പോൾ കുറച്ച് പ്ലാന്റ്സൊക്കെ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഒക്കെ കാണുമായിരിക്കും, പക്ഷേ മൃഗങ്ങളൊക്കെ ഏകദേശം അത് അതിൻ്റെ അവസാനത്തിലേക്ക് വന്നു വെസ്റ്റേൺ ഗാറ്റ്സിൽ. ഓക്കെ, തൗസൻഡ്സ് ഓഫ് animal and plant species that are on the verge of extinction. നമ്മൾ പറയാം വംശനാശത്തിൻ്റെ അതിൻ്റെ അങ്ങറ്റത്ത് എത്തിച്ചേർന്നിരിക്കുന്ന ആനിമൽസിനും പ്ലാന്റ്സിനും ധാരാളം വംശനാശം ചെയ്യുന്ന ഒരു ഏരിയയാണ് വെസ്റ്റേൺ ഗാറ്റ്സ്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു UN Convention to qualify as a biodiversity hotspot a region must meet 2 strict criteria. അപ്പം UN കൺവെൻഷനെ സംബന്ധിച്ചോളം അവർ പറയുന്നത് ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന നിലയ്ക്ക് നമ്മൾ 2 ക്രൈറ്റീരിയ നേടണം. ഒരു പ്രത്യേക ഏരിയയെ വെസ്റ്റേൺ ഗാറ്റിനെ നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ 2 ക്രൈറ്റീരിയ നമ്മളത് മീറ്റ് ചെയ്തിരിക്കണം ആ ഏരിയ. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി ഇറിപ്ലേസിബിൾ. വേറെ ഒരു സ്ഥലം കൊണ്ടും ഈ സ്ഥലത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അത് അത്ര യുണീക്ക് ആയിരിക്കും. ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1500 വാസ്കുലർ പ്ലാന്റ്സ് ആസ് എൻഡിമിക്സ്. അപ്പോൾ ഭയങ്കര വംശനാശം വരുന്ന 1500 പ്ലാന്റ്സുകളെങ്കിലും അവിടെ കാണണം. ഇറ്റ് മസ്റ്റ് ബി ത്രെറ്റൻഡ്, അവിടെ ഭീഷണി ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് 70% ഓർ ലെസ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ നാച്ചുറൽ വെജിറ്റേഷൻ. അപ്പോൾ 70% അല്ലെങ്കിൽ അതിൽ കുറവ് നാച്ചുറൽ വെജിറ്റേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നാച്ചുറൽ വെജിറ്റേഷനാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. ഇനി അതുപോലെ തന്നെ വാസ്കുലർ പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അത് ത്രെറ്റൻഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇറിപ്ലേസിബിൾ ആയിരിക്കണം. അതിനെ വേറൊന്നും കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ മാത്രമേ അത്തരത്തിലുള്ള പ്ലാന്റ്സൊക്കെ കാണാവുള്ളൂ. അപ്പോൾ അത്രയും ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനെ എന്തെന്ന് പറയാൻ വിളിക്കുള്ളൂ, ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിനെ കുറിച്ച് ഡെഫിനിഷൻ കൊടുത്തേക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ അത് അതിൻ്റെ ഫ്രണ്ട് ഞാൻ എടുത്ത് ഫോട്ടോ എടുത്തോട്ടെ. ഈ ചിത്രമൊക്കെ നിങ്ങൾ ഒരു പക്ഷേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ശരിക്കും നോർത്ത് ഈസ്റ്റിലാണ് ഇങ്ങനെയുള്ള പാരസൈറ്റ്സ് നമ്മളെന്താ പറയുക പലതരത്തിലുള്ള നമ്മൾ ഇത്തിൽക്കണ്ണി എന്നൊക്കെ പറയും, പക്ഷേ ഇതൊക്കെ ഉണ്ടോ പലതരത്തിലുള്ള ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളിലൂടെ ജീവിക്കുക. അത്രമാത്രം ബയോഡൈവേഴ്സിറ്റി. ഈവൻ ചെടികളിലെ കമ്പുകളിൽ മരങ്ങളിലെ കൊമ്പുകളിൽ പോലും എന്തുണ്ട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത്ര എവർഗ്രീൻ ഫോറസ്റ്റ് ആയിരിക്കും ഇത്. അത്ര ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു റീജിയനാണ്. അപ്പം ഈ ഒരു മരം പോയി കഴിഞ്ഞാൽ എന്തെല്ലാം അവിടെ നശിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. Okay, then we are identifying major biodiversity hotspots according to the conservation of according to international wildlife diversity. ഇവിടെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. There are 36 biodiversity hotspots in the world. ലോകത്തിൽ 36 biodiversity hotspots ഉണ്ട്, extending from Africa to Europe. Okay, following are the 4 diversity hotspot region identified in South Asia. നമ്മൾ സൗത്ത് ഏഷ്യയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കുക, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അടുത്ത് ഉള്ള കുറേ ബയോഡൈവേഴ്സിറ്റി ഏരിയ നമ്മൾ കാണും. ഒന്ന് ഈസ്റ്റേൺ ഹിമാലയാസ്. ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആസാം അല്ലെങ്കിൽ നാഗാലാൻഡ്, മേഘാലയ, സിക്കിം ആ റീജിയനിലാവട്ടോ. ഇൻഡോ ബർമ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്താണ്. പിന്നെയും നമ്മൾ പറയുകയാണെങ്കിൽ മണിപ്പൂർ അങ്ങനെയുള്ള ഈ ഏരിയ ഇതൊക്കെ ഏകദേശം ഒരു ഓവർലാപ്പിംഗ് ഏരിയ ആയിട്ട് വരും. ഇൻഡോ ബർമ, ഈസ്റ്റേൺ ഹിമാലയാസ് ഇൻക്ലൂഡിങ് ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണെന്നറിയോ, ഉത്തരാഖണ്ഡ് ആവട്ടോ. ഉത്തരാഖണ്ഡ് അവിടെയും ഈസ്റ്റേൺ ഹിമാലയസിൻ്റെ ഒരു ഉത്തരാഖണ്ഡ് അവിടെ വരും. ഉത്തരാഖണ്ഡ് തൊട്ട് ഒരു പക്ഷേ നമുക്ക് എവിടെ തൊട്ട് പറയാം, മണിപ്പൂർ വരെയുള്ള നീണ്ടു കിടക്കുന്ന ഏരിയ ഈസ്റ്റേൺ ഹിമാലയാസ്. ഓക്കെ, ഉത്തരാഖണ്ഡ് ആക്ച്വലി വെസ്റ്റേൺ ഹിമാലയസ് ആണ്. പക്ഷേ ഈ ഉത്തരാഖണ്ഡിനേക്കാളും നേപ്പാളിനേക്കാളും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഇച്ചിരി ഈസ്റ്റിലോട്ടുണ്ട്. ഇൻഡോ ബർമ, ഇന്ത്യ ബർമ റീജിയൻ. ഓക്കെ, ദെൻ വെസ്റ്റേൺ ഗാട്സ് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഏരിയ ശ്രീലങ്ക. ഇത് 4 ഈ 36 4 ഇന്ത്യയുമായിട്ട് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ 36 4. അപ്പോൾ അതിൽ ഒരെണ്ണം വെസ്റ്റേൺ ഗാറ്റ് നമ്മളുമായിട്ട് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിക്കുന്ന നമ്മളുടെ കൃഷി അല്ലെങ്കിൽ നമ്മുടെ വ്യവസായ പ്രവർത്തനം കൊണ്ട് നശിച്ചു പോകുന്ന ഒന്നാണ് വെസ്റ്റേൺ ഗാറ്റ്സ്. ഓക്കെ, ഇനി ഇതൊരു ചിത്രം കേട്ടോ, എത്രമാത്രം പ്രധാനപ്പെട്ട ബയോഡൈവേഴ്സിറ്റി. ഇത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ ഒരു ചിത്രം. ഇത് ഒരുപക്ഷെ ഒരു ആർച്ചിപ്ലാഗോ ദ്വീപസമൂഹങ്ങൾ അവിടുത്തെ ഇന്തോനേഷ്യയൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് ഒരു ഡെസേർട്ടിലെ ഒരു തടാകമാണ്. ഇതുകൊണ്ടോ ഇത്രയുള്ള ചെടികൾ വരെ കാണും, ഭയങ്കര രസകരമായ ചെടികൾ. എന്തുപോലെ പോകുമെന്ന് നോക്കി. ഇനി ഇത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള ബൂമറാങ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കുരങ്ങുകളാട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് ചിത്രം കാണും കേട്ടോ. നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് 36 ഏകദേശം എവിടെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ നോക്കുക, ഇതുകൊണ്ടോ വെസ്റ്റേൺ ഗാറ്റാണ്. പിന്നെ ഈസ്റ്റേൺ ഹിമാലയാസ്, ഇൻഡോ ബർമ റീജിയൻ. ഓക്കെ,
അപ്പോൾ ഇത് മൂന്നും, ഇത് ശ്രീലങ്ക ഒക്കെയാണ്. അപ്പോൾ ഈ 4 റീജിയനും ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട 4 റീജിയൻസ് ഉണ്ട്. നമുക്ക് കണ്ടറിയാം, നമുക്ക് ഈ മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഇതൊക്കെ ഭയങ്കര ത്രട്ടൻഡ് ആണെന്നുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നോക്കണ്ട, ആഫ്രിക്ക ഉണ്ടോ? ആഫ്രിക്കയുടെ സൗത്തിൽ എത്രമാത്രം ഉണ്ട്? ഇതാ മഡഗാസ്കർ. അപ്പോൾ അവിടെയൊക്കെ ഈ മനുഷ്യൻ്റെ ആക്ടിവിറ്റി വരും ബയോഡൈവേഴ്സിറ്റി ലോസ് ഹ്യൂജായിട്ട് സംഭവിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ശരിക്കും കാണുന്നത് അടുത്തതായിട്ട് ഈ 36 ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രത്തിലെ ഈ ടേബിളിനകത്ത് ഈസ്റ്റേൺ ഹിമാലയാസ്, ഇൻഡോ ബർമ, വെസ്റ്റേൺ ഗ്യാസ് നമ്മളെ സംബന്ധിച്ചോളം ശ്രീലങ്ക, ഇത്രയും ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. And interestingly, the organisms that we know today represent only a very small portion of all living creatures that have inhabited the planet system. Life behind ഭൂമിയിൽ ജീവിതം അല്ലെങ്കിൽ ജീവൻ ഉത്ഭവിച്ച കാലം തൊട്ട് ഇന്ന് വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ വളരെ ചെറിയ പോർഷൻ ലൈഫ് വെറൈറ്റി മാത്രമേ ഇന്ന് അവശേഷിച്ചിരിക്കുന്നുള്ളൂ. All the species living today represent only 5% of all the species that have roamed the life earth during the history. ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ഉള്ളതിൽ 5% സ്പീഷീസ് മാത്രമേ ഇന്ന് ബാക്കി ജീവിച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം പോയെന്നാണ് പറയുന്നത്. ദിസ് ഇസ് എ റിമൈൻഡർ ദാറ്റ് എക്സ്റ്റിങ്ഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ ഷേപ്പിംഗ് എർത്ത് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ പറയുന്നത് എന്നാണെന്നറിയോ, എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ഈ 95% വെറൈറ്റി ആനിമൽസും പ്ലാന്റ്സും നഷ്ടപ്പെട്ടു പോയി, ബാക്കി 5% മാത്രമേ ഇവിടെ ജീവിച്ചിരിക്കുള്ളൂ. അപ്പോൾ എക്സ്റ്റിങ്ഷൻ ഒരു കോമൺ പാത്തായിട്ടാണ് അതിനർത്ഥം. And governments have made several efforts including setting up a biosphere reserves and reserved forests to protect these hotspots. ഇപ്പോൾ ഹോട്ട്സ്പോട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒത്തിരി മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ബ്രീഫായിട്ടുള്ള ഐഡിയ. ഇപ്പോൾ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, ഇനി കേരളം അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഏതൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റിക്ക് നേരിടുന്ന ത്രെറ്റ്സ് ആണ്, ഭീഷണി. ഇതൊരു എസ്ഐ ചോദ്യമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളതിനെ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒത്തിരി പോയിന്റുകളുണ്ട്, അതിൻ്റെ ബേസിൽ തന്നെ വേണം നിങ്ങൾ ക്ലാസ്സിനെ ഈ ടോപ്പിക്കിനെ ഫേസ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം അറിയാമായിരിക്കില്ല എന്തെല്ലാം ഭീഷണികളാണ് ബയോഡൈവേഴ്സിറ്റിക്കുള്ളത്. മനുഷ്യൻ്റെ ആക്ടിവിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ ഫലമായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ ഡിഫോറസ്റ്റേഷൻ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ആക്ടിവിറ്റി നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ നാശത്തിന് കാരണമായി. The rich biodiversity in the form of plants, animals and microscopic organisms are vital to keep the world's ecosystem healthy and balanced. Species are the building blocks of Earth's life support system. At the same time, several threats are coming against biodiversity. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു പോയാൽ പ്ലാന്റ്സും ആനിമൽസും മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസും ഇതെല്ലാം നമ്മുടെ ഭൂമിയുടെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പണൻസ് ആണ്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ബയോഡൈവേഴ്സിറ്റിക്ക് ഭീഷണിയായിട്ട് വരിക? ഒന്ന്, ഡെവലപ്മെൻറ്റ്, അർബനൈസേഷൻ, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കാര്യം പറയുന്നത് കേട്ടോ. അർബനൈസേഷൻ, പൊല്യൂഷൻ, ഓക്കെ, ഡിസീസ്, ദേ ആർ ഓൾ വീക്കനിങ് ഹാവോക്ക് on the tree of life. Okay, then today species are going extinct at the fastest rate since the mass extinction of the dinosaurs. ഡിനോസോഴ്സിന് ശേഷം ഡിനോസോഴ്സിൻ്റെ അസ്തമയം 8 കോടി വർഷങ്ങൾക്ക് മുമ്പ്, 16 കോടി വർഷങ്ങൾക്കിടയിൽ, 8-16 കോടി വർഷങ്ങളിലൊക്കെ വരുന്നത് ഏകദേശം ജൂറാസിക് പീരീഡ് നമുക്ക് പറയാം. അപ്പോൾ ഈ ജൂറാസിക് പീരീഡിൽ ഡിനോസോർ 16 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചു. 78 പറയുന്നുണ്ട്, പക്ഷേ അവർ ഭയങ്കര ആക്റ്റീവായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു 8 കോടി 16 കോടി വർഷങ്ങൾക്കിടയിൽ. അപ്പം മുമ്പാട്ടോ, നമുക്ക് മുമ്പ് അവർ എന്ത് ചെയ്തു, അവരവിടെ ജീവിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അസ്തമനത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ എക്സ്റ്റിങ്ഷൻ വരുന്നത് ഇപ്പോഴാണ്. ദി എർത്ത് വാസ് ഫുൾ ഓഫ് ഫോറസ്റ്റ് ബിഫോർ ദി സ്പ്രെഡ് ഓഫ് ഹ്യൂമൻ സ്പീഷീസ്, ബട്ട് നൗ ഫോറസ്റ്റ് അക്കൗണ്ട് ഫോർ ജസ്റ്റ് 2.5% ഓഫ് ദി എർത്ത് ലാൻഡ് സ്പേസ്. എർത്തിൻ്റെ ലാൻഡ് സ്പേസിൻ്റെ 2.4% മാത്രമേ ഇന്ന് ഫോറസ്റ്റ് ഉള്ളൂ. നേരത്തെ എന്തായിരുന്നു? നേരത്തെ എല്ലായിടത്തും ഫോറസ്റ്റ് ആയിരുന്നു. ഓക്കെ, സോ ഒരു 1 സെക്കൻഡ്, ഓക്കെ, വ്യൂ എടുത്തൊന്ന് റീഡ് മോഡിലിട്ടെ. ഓക്കെ, സോ അതാണ് നമ്മൾ പറയുന്നത്. അതായത് ഫോറസ്റ്റ് ഇന്ന് നമ്മുടെ ഇപ്പം മനുഷ്യൻ്റെ സിവിലൈസേഷന് മുമ്പ് ഒരു 2000 BC അല്ലെങ്കിൽ ഒരു ഏകദേശം നമുക്ക് 2000 BC എടുത്ത് നമ്മൾ നോക്കുവാണെങ്കിലേ ഫോറസ്റ്റ് ആയിരുന്നു ഇവിടെ മുഴുവനും. ഇപ്പോൾ അത് 2.4% മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാൻഡ്സ്കേപ്പിൻ്റെ 2.4% ഫോറസ്റ്റ് കുറഞ്ഞെന്ന് ഞാൻ അർത്ഥം. നമ്മൾ അത്രമാത്രം മനുഷ്യൻ്റെ വികസനത്തിൻ്റെ ഫലമായിട്ട്, മനുഷ്യൻ്റെ പെരുക്കിച്ചയ്ക്ക് ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഫോറസ്റ്റ് ഇല്ലെന്നായി തീർന്നു. ഇനി നമ്മൾ അടുത്തത് കാണുന്നേ ഈ
ബയോഡൈവേഴ്സിറ്റിക്ക് ത്രെറ്റ് ടു ബയോഡൈവേഴ്സിറ്റിക്ക് കാരണമായ ചില ഘടകങ്ങളാണ്. ഓക്കെ, അതിൽ ഓരോന്നായിട്ട് നമ്മൾ കാണും. ഒന്നാമത്തേത് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്? ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ് ഹൗ എൻഡഡ് ദി ലൈഫ് ഓഫ് തൗസൻഡ്സ് ഓഫ് സ്പീഷീസ്, പ്ലാന്റ്സ്, ഇൻസെക്ട്സ് ആൻഡ് ആനിമൽസ്. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഫലമായിട്ട് ഏറ്റവും ആദ്യം പോകുന്ന ഏറ്റവും ചെറിയ സസ്യങ്ങളും ഏറ്റവും ചെറിയ ഇൻസെക്ട്സും ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു ത്രെട്ടാണെന്നുള്ളതാണ്. ചെറിയ സ്പീഷീസ് ആനിമൽസിനും ചെറിയ പ്ലാന്റ്സിനും ഇൻസെക്ട്സിനും മൈക്രോ ഓർഗാനിസിനും ക്ലൈമറ്റ് ചേഞ്ചിനും ജീവിക്കാൻ പറ്റില്ല, അവരും ഇല്ലെന്നായി പോകും. ദ ഡിസപ്പറൻസ് ഓഫ് ദി സ്മോൾ ടുഡേ വിൽ ലെഡ് ടു ദി എക്സ്റ്റെൻഷൻ ഓഫ് ദി ലാർജ് ടുമോറോ. മനസ്സിലായല്ലോ, ഇന്ന് സ്മോൾ പോയി കഴിഞ്ഞാൽ നാളെ വലുത് പോകും. ഓക്കെ, സ്മോൾ സ്പീഷീസ് കനോട്ട് വിത്ത്സ്റ്റാൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഗ്ലോബൽ വാർമിംഗ് ആൻഡ് റൈസിംഗ് ocean temperature reduces Arctic sea ice and marine biodiversity. Similarly, increasing droughts and concentrated floods are destroying biodiversity in tropical areas. Droughts, floods ഇവയെല്ലാം ട്രോപ്പിക്കൽ ഏരിയയിലെ ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നാക്കി തീർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് കണ്ടു. ഇനി നമുക്ക് അടുത്ത് കാണുന്ന ഹാബിറ്റാറ്റ് ലോസ്. ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആവാസ വ്യവസ്ഥയുടെ എന്താണ് നാശം. അപ്പോൾ അതുമൂലം ആ ആവാസവ്യവസ്ഥ ജീവിക്കുന്ന ജീവികൾക്ക് ജീവിക്കാൻ പറ്റില്ല, അതാണ് പറയുന്നത്. ഹാബിറ്റാറ്റ് ലോസ് റെഫേഴ്സ് ടു ദി ലോസ് ഓഫ് ലിവിങ് എൻവയറമെൻറ്റ് ഫോർ ദി ലിവിങ് ഓർഗാനിസംസ്. മോസ്റ്റ് ഓഫ് ദി സ്പീഷീസ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇൻ എ പർട്ടിക്കുലർ എൻവയറമെൻറ്റ്. നമുക്കറിയാലോ, അതായത് തണുപ്പ് സ്ഥലത്ത് ജീവിക്കുന്ന ജീവികൾ ഒരിക്കലും ട്രോപ്പിക്കൽ ഏരിയയിൽ ജീവിക്കാൻ അവർക്ക് പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തണുപ്പ് നഷ്ടപ്പെടുമ്പോൾ അവരുടെ ജീവിതം അവിടെ തീരും. ട്രോപ്പിക്കൽ ഏരിയയിൽ ഇതുപോലെ പ്രത്യേകതയുണ്ട്. മഴയില്ലെങ്കിൽ, വനങ്ങളില്ലെങ്കിൽ പല ജീവികൾക്കും പല പ്ലാന്റ്സിനും നിലനിന്ന് പോകാൻ പറ്റില്ല. ഹാബിറ്റാറ്റ് ലോസ് പോസസ് ദി ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു വേൾഡ്സ് ബയോഡൈവേഴ്സിറ്റി. ഫോർ എക്സാമ്പിൾ, ഫ്രഷ് വാട്ടർ സ്പീഷീസ് ക്യാനോട്ട് ലിവ് ഇൻ സീ വാട്ടർ. ശരിയല്ലേ? ശുദ്ധീകരിച്ച് ജീവിക്കുന്ന മീനുകൾ കടൽ വെള്ളത്തിൽ ജീവിക്കുകയോ ഇല്ല, ഈവൻ കായൽ വെള്ളത്തിൽ പോലും ജീവിക്കില്ല, കായൽ വെള്ളത്തിൽ. സിമിലർലി ഗ്രാസ് ലാൻഡ് പ്ലാന്റ്സ് കനോട്ട് ലിവ് ഇൻ ഡെൻസ് ഫോറസ്റ്റ്. ഓക്കെ, മാംഗ്രൂവ് പ്ലാന്റ്സ് ക്യാൻ ലിവ് ഓൺലി ഇൻ വാട്ടർ ബോഡീസ്. മനസ്സിലായല്ലോ? ഇതെന്താണ്? കണ്ടൽക്കാടുകൾ വെള്ളത്തിൽ ജീവിക്കുള്ളൂ. കണ്ടൽക്കാട് വെട്ടിക്കളഞ്ഞ് വേറെ നമ്മുടെ നാട്ടിൽ കൊണ്ട് നാട്ടക്കാരൊന്നുമില്ല. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് പ്ലാന്റ്സ് ആർ വെരി ഡെലിക്കേറ്റ്. Hence each and every plants and animals are adapted to a particular environment, or what we can say habitat. ഓക്കെ, സോ അതാണ് ഹാബിറ്റാറ്റ്. ഓരോ ഹാബിറ്റാറ്റ് ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ തണുപ്പ് ഉള്ള ഹിമാലയൻ റീജിയനിൽ പോയി നമ്മൾ ജീവിക്കാൻ ഇച്ചിരി പാടുപെടും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ ജീവികൾക്കും ഓരോ ഹാബിറ്റാറ്റ് ഉണ്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് ദാറ്റ് എൻവയറമെൻറ്റ് ലെഡ്സ് ടു ദി എൻഡ് ഓഫ് ദാറ്റ് സ്പീഷീസ്. ഡീഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ, ഫ്രഷ് വാട്ടർ ബോഡീസ് ആൻഡ് റിവേഴ്സ് ആൻഡ് പോൺസ്, glacier melting, expansionary agriculture, etc. Okay, ഒന്നുകൂടെ പറയാം. Destruction of that environment leads to the end of those species. Deforestation, pollution of fresh water bodies like rivers, ponds, glacier melting, expansionary agriculture, etc. are factors that caused habitat loss for world's most species during the last 2 centuries. Okay, last 2 centuries. Okay, ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നേ നമ്മൾ കണ്ടു ഈ എന്തെല്ലാം ഘടകങ്ങളാണ് ഈ അടുത്ത കാലങ്ങളിൽ പ്രത്യേകിച്ച് മനുഷ്യൻ്റെ സിവിലൈസേഷൻ്റെ എക്സ്പാൻഷന് ശേഷം. അതിൻ്റെ എക്സ്പാൻഷൻ കാരണം എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷനാണ്. ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം അതിൻ്റെ ഫലമായിട്ട് എന്തെല്ലാം ആക്ടിവിറ്റികളാണ് ഉണ്ടായത്, അതെങ്ങനെ എൻവയറമെൻറ്റിനെ അഫക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ബയോഡൈവേഴ്സിറ്റി അഫക്റ്റ് ചെയ്തു, അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഓക്കെ, so deforestation, pollution of freshwater bodies like rivers, ponds, glaciers melting, expansionary agriculture are the major factors caused habitat loss for most species during the last 2 centuries. ലാസ്റ്റ് 2 centuries എന്ത് സംഭവിച്ചു? ഭയങ്കരമായിട്ട് എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, അതിൻ്റെ ഫലമായിട്ട് ഡെവലപ്മെൻറ്റ് വന്നു. അപ്പോൾ എൻവയറമെൻറ്റിന് പരിക്കൽ പറ്റി, ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടായി, അതുപോലെ ഡീഫോറസ്റ്റേഷൻ ഉണ്ടായി. Okay, so now we are coming to see which are the factors that causes what? Habitat loss. അപ്പോൾ നമ്മൾ ഹാബിറ്റാറ്റ് ലോസിനെ കുറിച്ചാണ്, ശരിയല്ലേ? അപ്പോൾ ഹാബിറ്റാറ്റ് ലോസ് അതിൻ്റെ ഫലമായിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി, ഈ ബയോഡൈവേഴ്സിറ്റിക്കൊക്കെ നശിച്ചു പോകാനുള്ള കാരണം. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടായി? ആക്ച്വലി ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിക്ക് അത് ജീവിക്കുന്ന ആവാസ വ്യവസ്ഥ ഇല്ലെന്നായി തീരുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറയാം. ഓക്കെ, അത് ജീവിക്കുന്ന എൻവയറമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഹാബിറ്റാറ്റ് ആവാസ വ്യവസ്ഥ ഇല്ലെന്നായി തീരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഹാബിറ്റാറ്റ് ലോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഡെഫിനിഷൻ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടായി? ഫോളോയിങ് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ഹാബിറ്റാറ്റ് ലോസ്. നമ്മുടെ സിലബസ് മറക്കരുത്,
സിലബസ് ഞാൻ നിങ്ങളെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒന്നുകൂടെ മുകളിലോട്ട് കൊണ്ടുപോകട്ടോ. സിലബസിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ഹാബിറ്റാറ്റ്സ് എങ്ങനെ പറഞ്ഞു. ത്രെറ്റ്സ് ടു ബയോഡൈവേഴ്സിറ്റി, ഹാബിറ്റാറ്റ് ലോസ്, പോച്ചിങ് ഓഫ് വൈൽഡ് ലൈഫ്, ആൻഡ് ലൈഫ്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ അതിനെ ആൻസർ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടായത്, ആവാസ വ്യവസ്ഥ ജീവികളുടെ പ്ലാന്റ്സിൻ്റേത് എന്തുകൊണ്ടില്ലെന്നായി തീർന്നു. ഓക്കെ, ഫസ്റ്റ് ഈസ് ഡീഫോറസ്റ്റേഷൻ. ദി ലോസ് ഓഫ് ആമസോൺ ഫോറസ്റ്റ് ഈസ് വൺ ക്ലാസിക് എക്സാമ്പിൾ. ഓക്കെ, ഡീഫോറസ്റ്റേഷൻ, നമ്മൾ വനം വെട്ടി നശിപ്പിക്കുക. ഈവൻ വെസ്റ്റേൺ ഘാറ്റിൽ പോലും അതുണ്ട്, ശരിയല്ലേ? വെസ്റ്റേൺ ഘാറ്റിലൊന്നുണ്ട്, ഡീഫോറസ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, ഡിസ്ട്രക്ഷൻ ഓഫ് ഫിഷിംഗ്, എക്സസീവ് ഫിഷിംഗ് ഇൻ കേരള ഷോർസ്. എക്സസീവ് ഫിഷിംഗ് ഭയങ്കര സ്പോണിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മീനുകൾക്ക് അതിൻ്റേതായ ഒരു മുട്ടയിടുന്ന സമയത്തുണ്ട്. ആ മുട്ടയിടുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മീൻ പിടിക്കുന്നത് ഊത്ത പിടിക്കുക നമ്മൾ കേൾക്കും, ശരിയല്ലേ? ഊത്ത എന്ന് പറയുന്ന ഒരു ലോക്കൽ ടെർമിനോളജിയാണ്. നമ്മൾ ഈ വിദേശ ടെർമിനോളജി ഒന്നും കടമെടുക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടി ലോക്കൽ ടെർമിനോളജി ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഊത്ത പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീനൊക്കെ മുട്ടയിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ താമസ സ്ഥലത്തു നിന്ന് കയറി മുകളിലോട്ട് വരിക. അപ്പോൾ അവിടെ പോയി നമ്മൾ അതിനെ പിടിക്കുക. അപ്പോൾ എത്ര തലമുറകളെയാണ് നമ്മൾ പിടിച്ച് തിന്നുന്നത് നോക്കും. അപ്പോൾ അതിനേരെ ഗവൺമെൻറ് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഊത്ത പിടിക്കാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ട്രോളിംഗ് ബാൻ കൊണ്ടുവന്നു. ഓക്കെ, ട്രോളിംഗ് ബാൻ കൊണ്ടുവന്നു. അപ്പോൾ ട്രോളിംഗ് ബാനെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആഡ് ചെയ്യണം. ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ്, ഡീഫോറസ്റ്റേഷനൊക്കെ എത്രയാണെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഓക്കെ, സോ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് അതുപോലെ തന്നെയാണ്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് കംസ് മൈനിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, എക്സസീവ് മൈനിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മുടെ ഡീഫോറസ്റ്റേഷനോട് കണക്ട് ചെയ്തൊക്കെ ഒരു മൈനിങ് നമ്മൾ ആദ്യമേ മൈനിങ് നടത്തുന്നതൊക്കെ എവിടെയായിരിക്കും, ഫ്രീ ആയിട്ടുള്ള സ്ഥലം, പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഏരിയയിലായിരിക്കും. ഡീഫോറസ്റ്റേഷൻ മൈനിങ്ങിൻ്റെ ഫലമായിട്ട് ഡീഫോറസ്റ്റേഷൻ സംഭവിക്കും. പക്ഷേ അതെല്ലാം അഗ്രികൾച്ചർ എക്സ്പാൻഷനിൽ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കും. പക്ഷേ മൈനിങ് എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ഓഫ് ലാൻഡാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, ശരിയല്ലേ? പ്രത്യേകിച്ച് കോൾ മൈനിങ്, പിന്നെ എല്ലാം എന്തുണ്ട്, അയൺ ഓർ മൈനിങ്. അപ്പോൾ അതിലെല്ലാം എന്ത് സംഭവിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട്. അവിടെയുള്ള ജീവികളൊക്കെ ഇല്ലെന്നായി തീരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് എന്ത്, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഓക്കെ, ഒരു സെക്കൻഡേ, എന്താണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്ലാന്റ്സ്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്ലാന്റ് ഉദാഹരണത്തിന് ആതിരപ്പള്ളി വരാൻ പോവാം. അപ്പോൾ എന്തിൻ്റെ സംഭവിച്ചു, ആതിരപ്പള്ളി ആ ഏരിയ ഉള്ള ഒത്തിരി ബയോഡൈവേഴ്സിറ്റിക്ക് നഷ്ടം വരും. ഒരിക്കലും നമുക്ക് തിരിച്ചു പ്രകൃതി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു തടസ്സം അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് ലോസിന് കാരണമായി തീരും. ഓക്കെ, ദെൻ സോയിൽ ഇറോഷൻ, വെജിറ്റേഷൻ ലോസ്. സോയിൽ എന്നതിൻ്റെ ബേസിലാണ് വെജിറ്റേഷൻ നിൽക്കുന്നത്. സോയിലിൽ ഒരിക്കലും പ്ലാന്റ്സ് ഇല്ല. ഓരോ തരത്തിലുള്ള സോയിലും ഓരോ തരത്തിലുള്ള സസ്യങ്ങളാണ്. വെസ്റ്റേൺ ഘാറ്റിൽ പോയാൽ നമുക്കറിയാൻ പറ്റും, സോയിലും ക്ലൈമറ്റും കൂടെ കൂടിയ അവിടെയുള്ള സസ്യങ്ങളെ തീരുമാനിക്കും. സസ്യങ്ങൾക്ക് പറയുന്ന നേരം വെജിറ്റേഷൻ. അപ്പോൾ ദി വെജിറ്റേഷൻ ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി സോയിൽ ആൻഡ് ദി ക്ലൈമറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ദ വെജിറ്റേഷൻ തന്നെ പ്ലാന്റ് ആട്ടോ. ദ വെജിറ്റേഷൻ ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി സോയിൽ ആൻഡ് ദി ക്ലൈമറ്റ്. ക്ലൈമറ്റിൻ്റെ അകത്ത് വെച്ച് കാണും, ചൂട്, തണുപ്പ്, ഇനി ഇടയ്ക്കുള്ള സ്ഥലം ടെമ്പറേച്ചർ, അത് ഹ്യൂമിഡിറ്റി ആവി കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് ക്ലൈമറ്റിനകത്ത് റെയിൻഫോൾ എങ്ങനെ ഉണ്ടായിരിക്കാം, എന്തെല്ലാം കാണും, ഇടവിട്ട് കാണും, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ പിന്നെ അതുപോലെ ഉണ്ടാകുന്ന സോയിൽ, ബ്രൗൺ സോയിലാണോ, ബ്ലാക്ക് സോയിലാണോ, റെഡ് സോയിലാണോ, യെല്ലോ സോയിലാണോ, അലുവിയൽ സോയിലാണോ, മൗണ്ടൻ സോയിലാണോ, ക്ലേ കണ്ടൻറ്റ് കൂടുതലുണ്ടോ, പോറസ് ആയിട്ടുള്ള സോയിലാണോ, ലാറ്ററസ് സോയിലാണോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സോയിലിനെത്തില്ല. അപ്പോൾ ഈ സോയിൽ ടൈപ്പും ക്ലൈമറ്റും കൂടെയാണ് ഒരു വെജിറ്റേഷൻ തീരുമാനിക്കുന്നത്. നമ്മളിങ്ങനെ ഇടുക്കിയിലുള്ള ഒരു പ്ലാന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ട് ഇവിടെ കൃഷി ചെയ്യാൻ നമുക്ക് പറ്റുന്നത്, അത് പൂവുണ്ടാവുമായിരിക്കും, ചെറിയ പൂവുണ്ടാവുള്ളൂ, കായ ഉണ്ടായിരിക്കും, കുറച്ച് കായകൾ ഉണ്ടാവുള്ളായിരിക്കും. അപ്പോൾ നമ്മളൊരു 65-70 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ എന്താ പറയുന്നത് സ്പീഷീസിലുള്ള പ്ലാന്റ് ഒന്നും നമുക്ക് നട്ടാൽ പിടിക്കുകയില്ല. ഇപ്പോൾ ഈവൻ പ്ലാവ് പോലും നമ്മളുണ്ടല്ലോ, ഇവിടെയുള്ള പ്ലാവല്ല ഇടുക്കിയിലെ പ്ലാവ്, വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മുടെ ഈ മിഡ്ലാൻഡിലുള്ള പ്ലാന്റ് അല്ല, പ്ലാവിലെല്ലാം ചക്ക തന്നെ ഉണ്ടാകുന്നത്, അത് വേറെ ആയിരിക്കും. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ പ്ലാവിൻ്റെ തൈ മേടിച്ച് ഇവിടെ കൊണ്ട് കൃഷി ചെയ്യുമ്പം നമുക്ക് 10-20 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും വ്യത്യാസം ഉണ്ടെന്ന്. അവിടെ ചക്ക കായ്ക്കുന്ന വ്യത്യാസം, മാങ്ങ ഇങ്ങനെ വ്യത്യസ്ത കാലാവസ്ഥയിലാണ്. അപ്പം ക്ലൈമറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ സോയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം സോയിലും ക്ലൈമറ്റും കൂടെയാണ് എന്തെന്ന് വെജിറ്റേഷൻ. അപ്പോൾ സോയിൽ പോയി കഴിഞ്ഞാൽ ബാക്കി തീരും, ക്ലൈമറ്റ് പോയാലും ബാക്കി തീരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ വരുന്നത് ക്ലൈമറ്റിനാണല്ലോ, ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ സോയിൽ ഇറോഷനാണല്ലോ. അപ്പോൾ രണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ വെജിറ്റേഷൻ്റെ അവസ്ഥ എന്തായിരിക്കും,
സോ ദാറ്റ് ഈസ് അബൌട്ട് സോയിൽ ഇറോഷൻ. നൗ നെക്സ്റ്റ് ഈസ് എക്സസീവ് ഫാമിംഗ്. നമ്മൾ കാണുക എന്താണ് എക്സസീവ് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ കൂടുതൽ രീതിയിൽ കൃഷി ചെയ്യുക. കൃഷി എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് ചള്ള ആവാസ വ്യവസ്ഥയ്ക്കല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ഇത്രയും കൃഷി ചെയ്യാൻ പാടില്ല. എക്സസീവ് ഫാമിങ് നമ്മുടെ ഫോറസ്റ്റ് ലാൻഡിനും ഇക്കോസിസ്റ്റത്തിനും ഹാബിറ്റാറ്റിനും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഫോറസ്റ്റ് ആർ കൺവേർട്ടഡ് ഇൻടു അഗ്രികൾച്ചർ ലാൻഡ്സ്. യു ക്യാൻ സീ ഇൻ ഇടുക്കി റീജിയൻ there are what we can say cardamom plantations. കാർഡമം അത് ചോള ഫോറസ്റ്റിലാണ് നിൽക്കുന്നത്. ആ ചോള ഫോറസ്റ്റിൽ വലിയ വലിയ മരങ്ങളുണ്ട്, ഭയങ്കര വലിയ മരങ്ങളുണ്ട്, വെട്ടിയിട്ടില്ല. ഈ കാർഡമം ഏലത്തോട്ടത്തിനകത്ത് മരങ്ങൾ വെട്ടാനുള്ള അധികാരം ഗവൺമെൻറ് കൊടുത്തിട്ടില്ല കർഷകർക്ക്. അപ്പോൾ ഇടുക്കിയിലെ ഏറ്റവും പഴയ സസ്യങ്ങളെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ പോകണം. ഓക്കെ, അപ്പോൾ അതങ്ങനെ കാർഡമത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ കാർഡമത്തെക്കുറിച്ചല്ല, അവിടെയുള്ള അഗ്രികൾച്ചർ ആക്ടിവിറ്റിയെക്കുറിച്ച് പറഞ്ഞു. എക്സസീവ് ഫാമിംഗ് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ കാർഡമം കൃഷി ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, അവിടെ ഇടക്കാടുകൾ കുറച്ച് നിലനിർത്തും, വലിയ മരങ്ങൾ ഇടക്കാടുകൾ വെട്ടിയിട്ട് വലിയ മരങ്ങൾ നിലനിർത്തും. അപ്പോൾ എക്സസീവ് ഫാമിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇടുക്കിക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പോച്ചിങ് ഓഫ് ആനിമൽസ്. പോച്ചിങ് എന്ന് പറഞ്ഞാൽ ആനിമലെ നമ്മൾ വേട്ടയാടും. നമ്മൾ ബിഗ് ആനിമൽസിനെ വേട്ടയാടും, മാനിനെ, പന്നീനെ, പിന്നെ എന്താണ് പോത്തിനെ, എല്ലാത്തിനും നമ്മൾ വേട്ടയാടും. പിന്നെ അതുപോലെ തന്നെ ടർട്ടിൽസ്, ആമകളെ നമ്മൾ വേട്ടയാടും. ഇതെല്ലാം ആനിമൽ പോച്ചിങ് ഭയങ്കരമായിട്ട് നടക്കുവാണ്. അപ്പോൾ ആനിമൽസിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ഭീഷണി പോച്ചിങ് ആണെന്ന് നമുക്ക് പറയാം. ഈ എക്സസീവ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, പൊല്യൂഷൻ, ഓക്കെ, പ്ലാസ്റ്റിക്കിൻ്റെ പൊല്യൂഷൻ, അല്ലാത്ത പൊല്യൂഷൻ എല്ലാം കാരണം എന്ത് സംഭവിക്കുന്നു, ഹാബിറ്റാറ്റിന് നഷ്ടം വരുന്നത്. ഇത് നമുക്ക് ഓരോന്നും പറയണ്ട. നദി മലിനമാകുന്നു, വനങ്ങൾ മലിനമാകുന്നു, കടൽ മലിനമാകുന്നു, കടലിൽ കൊണ്ട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒഴുക്കി വിടുക. ഓക്കെ, ദെൻ പൊല്യൂഷൻ ഓഫ് ഫ്രഷ് വാട്ടർ ബോഡീസ്. ഓക്കെ, അപ്പം ഫ്രഷ് വാട്ടർ ബോഡീസിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നദികളാണ് കേട്ടോ, തടാകങ്ങൾ, അവിടെയൊക്കെ നമ്മൾ അർബൻ ഏരിയയിലെ വേസ്റ്റ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷനും കാരണം ആ വാട്ടർ ബോഡീസൊന്നും ഹാബിറ്റാറ്റ് കുഞ്ഞ് ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്ന മീനുകൾക്കൊക്കെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അവരുടെ ഹാബിറ്റാറ്റ് ഇല്ലെന്നാണ് തീരുക. ഓക്കെ, സാൻഡ് മൈനിങ് ഒക്കെ അറിയാമല്ലോ അല്ലേ, മണലിൽ നിന്ന് സാൻഡ് എന്ന് പറഞ്ഞർത്ഥം. ഓക്കെ, സോ നെക്സ്റ്റ് കെമിക്കൽ പൊല്യൂഷൻ ഇൻ സീ വാട്ടർ. ഓക്കെ, അത് നമുക്കറിയാം, നമ്മുടെ ഓരോ നഗരങ്ങളിൽ തുറമുഖങ്ങൾക്കടുത്തും അതുപോലെ തന്നെ തീരദേശത്തിനടുത്തും ധാരാളം ഇൻഡസ്ട്രിയൽ ഹൗസസ് ഉണ്ട്. ആ ഇൻഡസ്ട്രിയൽ ഹൗസസ് അതിൻ്റെ പൊല്യൂഷൻ സീ വാട്ടറിലേക്ക് വിടും. കടലിൽ എന്തെല്ലാം മാലിന്യങ്ങൾ വരുന്നുണ്ടെന്ന് അവിടുത്തെ ജീവികളിൽ നമുക്ക് തിരിച്ചറിയാം, ശരിയല്ലേ? അപ്പോൾ ഒത്തിരി കടൽ വേസ്റ്റുകൾ, അതുപോലെ തന്നെ കടലിൻ്റെ മുകളിൽ ഓയിലിങ്ങനെ സ്പില്ല് ചെയ്യുന്നു. ഓയിൽ കാരണം കടലിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് അടുത്ത ലെയറിലേക്ക് ഓക്സിജൻ ചെല്ലാതിരിക്കുന്നു. ഓക്സിജൻ ചെല്ലാത്തതിൻ്റെയൊക്കെയായിട്ട് ഫിഷൊക്കെ ഇല്ലെന്നായിത്തീരുന്നു. അപ്പോൾ അവിടെയുള്ള ഒത്തിരി ജീവികൾക്ക് ആവാസവ്യവസ്ഥ നഷ്ടപ്പെടുക. അതാണ് കെമിക്കൽ പൊല്യൂഷൻ കടൽ വെള്ളത്തിൽ ഉണ്ടാക്കുന്ന പരിണതഫലം. ദെൻ എൻക്രോച്ച്മെൻറ്റ് ഓഫ് ദി കോസ്റ്റൽ ഏരിയാസ്, അല്ലേ? എന്തെല്ലാം കോസ്റ്റൽ ഏരിയാസിലെ സൈഡെല്ലാം നമ്മൾ എൻക്രോച്ച് ചെയ്ത് അവിടുത്തെ കണ്ടൽക്കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് അവിടെയുള്ള ജീവികൾക്കും അതുപോലെ തന്നെ കുഞ്ഞു ചെറിയ ചെറിയ ജീവികൾക്ക് അതുപോലെ തന്നെ ബേഡ്സിനും ഒക്കെ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അവിടെയുള്ള ജീവികളുടെ ആവാസ വ്യവസ്ഥ അതുകൂടെ നഷ്ടപ്പെട്ടു പോവുക. All across India, wetlands are destroyed due to urbanization and pollution. Hence, the biodiversity is also lost. Depletion of the western ghats is a major factor causing habitat loss for endangering species in Kerala. Wild animals including Indian bison, പോത്താട്ടോ, നീലഗിരിത്താർ അറിയാലോ, നീലഗിരിയുള്ള ഒരു ആട്, are under threat of extinction. Increasing man-animal conflicts is an example of habitat loss. Habitat loss സംഭവിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര പ്രൂഫാണ്, അല്ലെങ്കിൽ തെളിവാണ്, ഏത് നമ്മൾ പറയുന്ന മെയിൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ഹാബിറ്റാറ്റ് ലോസ് നടക്കുന്നതിനുള്ള ഒരു പ്രൂഫാണ്. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു സീ വാട്ട് ഈസ് ഡീഫോറസ്റ്റേഷൻ. നമ്മൾ ഓരോന്നും കാണുക, എത്രയെല്ലാം ഫാക്ടേഴ്സ് കാരണം ഹാബിറ്റാറ്റ് ലോസ് സംഭവിക്കുന്നു. ഓരോ ഹാബിറ്റാറ്റ് ലോസിനെ കുറിച്ച് നമുക്കറിയാം, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല, 10 ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യില്ല, 2-3 മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ബാക്കി നിങ്ങളുടേതായ വാക്യത്തിൽ നിങ്ങളുടെ ലാംഗ്വേജിൽ നമ്മളിതിനു മുമ്പ് പഠിച്ച ക്ലാസ്സുകളിലെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളിവിടെ പ്രതിപാദിക്കണം. ഓക്കെ, അപ്പം ഡീഫോറസ്റ്റേഷൻ ഫസ്റ്റ് നമ്മൾ കാണുക. ഡീഫോറസ്റ്റേഷൻ എമർജസ് ദി ബിഗസ്റ്റ് റീസൺ ഫോർ ഹാബിറ്റാറ്റ് ലോസ്. Millions of hectares of forest were destroyed for agriculture and urbanization. Similarly, forest fire are arranged to destroy
ഫോറസ്റ്റ്. അറേഞ്ച്ഡ് ഫോറസ്റ്റ് ഫയർ എന്ന് പറഞ്ഞാൽ തീടുക, നമ്മൾ ഫോറസ്റ്റിനെ നമ്മൾ വീടുക, എന്നിട്ട് ഫോറസ്റ്റ് കാട്ട് തീ എന്ന് പറയുക, ഫോറസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടി. ദ വേൾഡ് ലൈൻസ് Brazilian Amazon forests are shrinking day by day due to deforestation and forest fires. In the western Ghats, western ആണ് gas, thousands of hectares were lost due to excessive development activities. Man-made disasters are creating problems for humans and biodiversity. മനുഷ്യൻ തന്നെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കുക, ഫോറസ്റ്റിനെ നശിപ്പിച്ച്. കണ്ടോ തീയിട്ട്. നമ്മുടെ ഇവിടെ നിന്നല്ല, ഇച്ചിടെ ഡൈവേഴ്സിറ്റി കുറഞ്ഞ ഫോറസ്റ്റ് ആട്ടോ. കണ്ടോ അത് അപ്പപ്പന്താടി എന്ന് പറയുന്ന സംഭവം. എരിക്കെന്ന് പറഞ്ഞ സസ്യത്തിനാണ് നമ്മുടെ കോളേജിലെ ഫോട്ടോ കേട്ടോ, ഞാൻ ഇങ്ങനെ എടുത്തിട്ടാണ്. എന്താണെന്നറിയാം, ഇതൊക്കെ നമ്മുടെ കോളേജിൽ നിന്ന് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, നേരത്തെ വെട്ടിക്കളഞ്ഞായിരുന്നു. ഇതെന്നാ ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഇതുപോലെയുള്ള ഒത്തിരി 100 സസ്യങ്ങളുണ്ട്, 100 കണക്കിന് സസ്യങ്ങളുണ്ട്. ഇതൊക്കെ മരുന്നായിട്ട് നമ്മൾ പുലർത്തി വെക്കുന്ന ഇതുണ്ടോ. ഓരോ ഞാൻ എടുത്ത ഫോട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് കുഞ്ഞു കുഞ്ഞു ആനിമൽസ് എത്രമാത്രം പ്രസക്തമാണെന്നാണ് ഈ ചിത്രം നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു കേട്ടോ. Destructive fishing, especially during the monsoon time, led to deterioration of fish stock. Trolling bans are imposed by the government to protect the fish stock during the spawning time season. അപ്പം പ്രജനന സമയത്ത് മീനിൻ്റെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രോളിംഗ് ബാൻ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഈ ഫിഷിംഗ് ഉണ്ട്, ഇല്ലീഗൽ ആൻഡ് എന്താ പറയുക അൺഇൻട്രപ്റ്റഡ് എക്സസീവ് ഫിഷിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് WTO തന്നെയുണ്ട്. ഇല്ലീഗൽ ഫിഷിംഗ്, ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ഫിഷിംഗ് നടത്തുന്ന ആരാണെന്നറിയോ? ചൈനക്കാരാണ്. അവരുടെ വെസൽ ലോകത്തിൽ എല്ലായിടത്തും പോയിട്ട് കടലിൻ്റെ അടിയിൽ നിന്ന് വാരിയെടുക്കുക, മീനിൻ്റെ മുട്ട അവർ കൊണ്ടുപോകുക. ലോകത്തിലെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് നടത്തുന്ന ആൾക്കാരാണ് ചൈനീസ് ഫ്ലാഗ്സ് ഉള്ള വെസൽസ് കാരണം മുക്കുവന്മാർക്ക് വിയറ്റ്നാമിലും ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലും മുക്കുവന്മാർക്ക് വള്ളമായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇമാർ വള്ളം മുക്കും ഈ ചൈനയുടെ കപ്പലുകാർ. ഫിഷിംഗ് ബോട്ട്സ് ആഴ്ചകളോളം വേണ്ട പെട്രോൾ ഡീസലും ഒക്കെ ആയിട്ട് ചൈനക്കാരിങ്ങനെ പോവുക. വലിയ ബോട്ടാട്ടോ, കപ്പൽ പോലെയുള്ള ബോട്ടുകളാണ്, കപ്പലുകളും ഉണ്ട് അവർക്ക്. അവിടെ പോകും, വിയറ്റ്നാമിൽ ചെല്ലും, ഫിലിപ്പീൻസിൽ ചെല്ലും, എല്ലാവരെയും പേടിപ്പിക്കും, പുറകെ അവരുടെ പട്ടാളവും ചെല്ലും, എന്നിട്ട് മുക്കിക്കളയും. ഉത്തര കൊറിയയിലെ ഒത്തിരി ഫിഷർമാനെ ഈ ചൈനക്കാർ മുക്കിക്കൊല്ലും. ഉത്തര കൊറിയയിലെ ഗവൺമെൻറ് ഒന്നും വേണ്ടിയില്ല, കാരണം ചൈനയിലെ ഒരു സപ്പോർട്ടാണ് ഉത്തര കൊറിയയിലെ ഗവൺമെൻറ്. ഇത് വലിയൊരു പ്രശ്നം. ജപ്പാൻ്റെ അടുത്തില്ല, ജപ്പാനുമായിട്ട് വഴക്കൂടും. എന്നിട്ട് ഓസ്ട്രേലിയയുടെ തീരം വരെ ഇമാർ പോകും. ചൈനക്കാർ പോകും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മീൻ കള്ളന്മാരാണ് ഇമാർ, ചൈനക്കാർ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുകയാണ് പോച്ചിങ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ലോസ്. പോച്ചിങ് എന്ന് പറഞ്ഞാൽ വേട്ട. പോച്ചിങ് ഈസ് ദി ഇല്ലീഗൽ ഹണ്ടിങ് ഓഫ് ആനിമൽസ്. പീപ്പിൾ ഡു പോച്ച് ടു ഗെറ്റ് ദി മീറ്റ് ആൻഡ് അതർ റിസോഴ്സ് റിലേറ്റഡ് ടു ആനിമൽസ്. എലിഫൻറ്റ്സ്, ടൈഗേഴ്സ്, ടർട്ടിൽസ്, leopards, peacock, hundreds of other animals are hunted for artifacts. ഇനി കരകൗശല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആനിമൽസിനെ വേട്ടയാണ്. Other wildlife animals are killed for meat. Poaching and unsustainable hunting for food is another major factor. More than 300 animal species from chimpanzees, hippos, bears, pythons എന്ന് പറഞ്ഞാൽ അറിയാം. എന്താണിത്? പാമ്പ്, പെരുമ്പാമ്പ്, ബേർഡ്സ്, ഓക്കെ, ഇൻക്ലൂഡിങ് ബാൺ ഓൾ എന്ന് പറഞ്ഞാൽ എന്നറിയോ? കാണിച്ചു തരാം. എന്ത് ചെയ്തു കാണിച്ചില്ല, ചിത്രം നിങ്ങൾ കാണിച്ചില്ലോ? ഇല്ലല്ലേ? ശരി, കാണിക്കാം. ബാണോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നമ്മുടെ നത്തല്ലല്ലോ, അതിന് പറയുന്ന പേരെന്താണ്? മറന്നുപോയി. മൂങ്ങ. ഓക്കെ, എന്താണ്? മൂങ്ങ, വെള്ളി മൂങ്ങ എന്നൊക്കെ പറയും. വെള്ളിമൂങ്ങ പിടിച്ചുകൊണ്ട് പോവുക. Okay, and other animals. This led to extinction of several species. Global trade in animal-related items, including skin, promotes poaching. Several hundreds of species of animals, Southeast Asia, Africa, and Latin America, poached, and their body parts are traded across the world. നമുക്കറിയാലോ വുഹാനിലെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? കാട്ടുമൃഗങ്ങളെ അവർക്ക് വേണ്ടത്, നാട്ടുമൃഗങ്ങളല്ല, കാട്ടുമൃഗങ്ങളെ എല്ലാത്തിനും തിന്നുന്നു. അവർ തിന്നിയാലത്ത് ഒരു സാധനവുമില്ല. അപ്പോൾ കൊച്ചിനെ വരെ തിന്നുന്നൊരു കൂട്ടരാണല്ലോ ചൈനക്കാർ. അപ്പോൾ അവർ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി പാർട്സും ഒക്കെ, പിന്നെ അതുപോലെ പാമ്പിൻ്റെ ഇങ്ങനെ സ്കിന്ന്, ടൈഗറിൻ്റെ സ്കിന്ന്, ആനയുടെ കൊമ്പ് എല്ലാം ഇമാർ കച്ചവടത്തിന് വെക്കും. നോർത്ത് ഈസ്റ്റ് ഏഷ്യയുടെ കാര്യം പറഞ്ഞു കേട്ടോ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കാര്യം പറഞ്ഞു. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എല്ലായിടത്തും ഇത് തന്നെ സംഭവിക്കുന്നുണ്ടോ? ഇന്ത്യയിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ആനയെ കൊന്നേക്കുക, കൊമ്പെടുക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ വെടിവെച്ച് വന്നു കേട്ടോ, ഇവിടെ ഇങ്ങനെ ചോര വരുന്നു. അപ്പോൾ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റാണ്. ഇതുണ്ടോ? റൈനോസറസ്, വൺ ഹോൺഡ് റൈനോസറസ് എന്ന് പറഞ്ഞുണ്ട്. ഉണ്ടോ? വെടിവെച്ച് എറിഞ്ഞാന്ന് തോന്നുന്നു, അമ്പെയ്ത് കൊന്നതുപോലെയൊക്കെ തോന്നുന്നു. ഉണ്ടോ? കൊമ്പെടുത്തേക്കുക.
എന്താണ് വെള്ളിമുങ്ങ കേട്ടോ. വെള്ളിമുങ്ങ പിടിച്ചോണ്ട് പോകുക. ഇത് പിന്നെ പിടിച്ചോണ്ട് പോകുകയെന്നുള്ളൂ, കൊല്ലുന്നൊന്നുമില്ല. ഇതൊരു വെള്ളിമുങ്ങ കേട്ടോ. കേട്ടോ, മനുഷ്യരുടെ കണ്ണും മുഖം പോലെ ഇരിക്കും. വളരെ ക്യൂട്ടാണ്, പാവമാണ്. പറയാതിരിക്കാൻ പറ്റില്ല, പാവമാണ്, വിചാരിക്കുന്ന പോലെയല്ല. ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ആൻഡ് ഡിഫോറസ്റ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം. നമ്മൾ ഫ്രഷ് വാട്ടർ ഇക്കോസിസ്റ്റം അത് നശിക്കുകയാണ്. എങ്ങനെ? പൊല്യൂഷൻ കാരണവും ഡിസ്ട്രക്ഷൻ കാരണം. All across the world, rivers, lakes, ponds and streams are filled with industrial and other pollutants. This has destroyed thousands of freshwater fish, animals, microorganisms and plants. ഇവയെല്ലാം നശിച്ചു പോവുക, ശരിയല്ലേ? അപ്പോൾ അത് പൊല്യൂഷൻ കാരണമാണ്. ഇതുണ്ടോ, കുഞ്ഞൊരു തവള അവരെ ഇങ്ങനെ ഉണ്ടായാലും ഇരിക്കാനുള്ള സംവിധാനമൊക്കെ കണ്ടോ. ഇതെങ്ങനെ ഇതിൻ്റെ അടി പശയാണായിരിക്കും, അങ്ങനെ പിടിച്ചിരിക്കുക. ഇതൊക്കെ ഇങ്ങനെ നശിച്ചു പോവുക കേട്ടോ. നമ്മുടെ അടുത്തുള്ള സംഭവങ്ങൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തത്. ഇതുണ്ടോ, കുഞ്ഞു കുഞ്ഞു ജീവികൾ നശിച്ചു പോകുന്നത് നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല. ഇനി അടുത്ത് ഇൻവേഷൻ ഓഫ് ഇൻവേഷ്യസ് സ്പീഷീസ്. ഇത് നമ്മളും കൂടെ കാരണമാണ്. ഈ ഇൻവേഷ്യസ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത കുറേ സ്പീഷീസ് ഇവിടെ ഉണ്ട്. അവ എന്നാണെന്നറിയോ, ഇവിടെയുള്ള എല്ലാത്തിനും നശിപ്പിക്കും. മറ്റുള്ള സ്പീഷീസിനെ തിന്ന് ജീവിച്ച് സ്വയം പെറ്റുവരികയെന്ന് പറയുന്നതാണ്, വരുന്നവയ്ക്ക് പറയുന്നതാണ് ഇൻവേഷ്യസ് സ്പീഷീസ്. ഇൻ ദി ട്രോപ്പിക്കൽ ഇക്കോസിസ്റ്റം ലാർജ് നമ്പർ ഓഫ് ഏലിയൻ, നമുക്ക് ചേരാത്തത്, ഇൻവേസീവ് സ്പീഷീസ് ആർ കമ്മിങ് ആൻഡ് ഡിസ്ട്രോയിങ് ദി നാച്ചുറൽ സ്പീഷീസ്. നമ്മളിവിടെ ഉണ്ടായിരുന്ന ജീവികളെ ഇല്ലെന്നാക്കി ഇവരങ്ങ് വർത്തിക്കുക. ഒരു ഉദാഹരണം, നമ്മുടെ കോളേജിൻ്റെ അവിടെയുള്ള കൊക്ക് ഉണ്ടല്ലോ, രാത്രി വന്നിരുന്ന കൊക്ക്. അത് നമ്മുടെ ഉണ്ടായിരുന്ന പണ്ടത്തെ ഈ ഇച്ചിരി ചാര കളറുള്ള കൊക്കിനെ ഇല്ലെന്നാക്കി. ചാര കളർ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതിലേയും ജീവിക്കും. ദി അർക്കേഷ്യ ദാറ്റ് ഈസ് കോൺഷ്യസ്ലി പ്ലാന്റഡ് ഇൻ ദി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദി സോഷ്യൽ ഫോറസ്ട്രി ഇസ് ഡിസ്ട്രോയിങ് അവർ ഇക്കോസിസ്റ്റം. നമുക്ക് അർക്കേഷ്യ നമ്മുടെ കോളേജിലുണ്ട്, വേറെ അങ്ങോട്ടും പോകണ്ട. ഇത് ചള്ളാണ്. ഇത് ആഫ്രിക്കയിലെയാണ്. നമ്മളുടെ ആഫ്രിക്കയിലെ മണ്ണും ഭൂമിശാസ്ത്രമൊന്നും അല്ലല്ലോ നമ്മളിവിടെ. ഇത് കൊണ്ട് വെച്ചത് വിവരമില്ലാത്തവരാ, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായി ഫോറസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഒരു സെക്കൻഡേ. അപ്പോൾ ഇവയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവേഷീവ് സ്പീഷീസ്. നമ്മുടെ ആവാസ വ്യവസ്ഥയെ അതിക്രമിച്ച് വന്നിട്ട് ഇവിടെ പെറ്റുവരികയും മറ്റുള്ളവരില്ലെന്നാക്കി തീർക്കുക. ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ്, മുഷി എന്ന് പറയും. ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷാണ്, നമ്മുടെ ക്യാറ്റ് ഫിഷ് അല്ല. ആഫ്രിക്കൻ ക്യാറ്റ് ഫിഷ് 50 ഇട്ട് കഴിഞ്ഞ് 49 തീരും, ഒരെണ്ണം മാത്രം അവതാരം കാണും. ബാക്കി 49 എപ്പോഴൊക്കെ തിന്നുകളയും ക്യാറ്റ് ഫിഷ്. മറ്റുള്ള ജീവികളിലെ മുട്ട നിന്ന് ജീവിക്കുന്ന മീനുകളിലെ, ജലത്ത് ജീവിക്കുന്ന ജീവികളെ മുട്ട നിന്ന് ജീവിക്കുന്ന 2 മീനുകളാണ് ക്യാറ്റ് ഫിഷും തിലോപ്പിയായി. ഇതുണ്ട് തിലോപ്പി ഇട്ടേക്കുന്നത്. നാട്ടിലെല്ലാം തിലോപ്പിയ, മറ്റു മീനിൻ്റെ മുട്ട നിന്നാണ് ജീവിക്കുന്നത്. ക്യാറ്റ് ഫിഷ് ആൻഡ് തിലോപ്പിയ ഫിഷ്. ആഫ്രിക്കൻ ഹയാക്കിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, പായല. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ പായൽ കിടക്കുന്നതാണ്. സ്ഥലം വെള്ളം കാണാൻ പറ്റാത്ത തരത്തിലും പായല. അതിൻ്റെ അടിയിൽ പായൽ കാരണം മീനൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ ഇല്ലെന്നാക്കി കളയണം. ഇത് എല്ലാം ആഫ്രിക്കയിൽ നിന്ന് വരുന്ന, നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ജീവികളാണ് ഇതുങ്ങളെല്ലാം. അക്കേഷ്യ ആണെങ്കിലും ക്യാറ്റ് ഫിഷ് ആണെങ്കിലും തിലോപ്പിയ ആണെങ്കിലും ഈ ഹയക്കിൻഡ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും എവിടെ നിന്ന് വരുന്ന, നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന അവിടെയുള്ള ജീവികളാണ് ഈ പ്രശ്നക്കാർ മുഴുവൻ. അവരോട് നമ്മൾ ഇല്ലെന്നാക്കി കളയാം. ഇതുണ്ടോ ചിത്ര, ആഫ്രിക്കൻ പായലിൻ്റെ ഒരു ചിത്രം. എന്തോരാണോ നോക്കി. ഇവിടെ ഈ മല കഴിഞ്ഞ് ബാക്കിയെല്ലാം നിങ്ങൾ പ്രോസസ്സ് ചെയ്ത് വാട്ടർ ബോഡീസ് മുഴുവനും വേറെ എന്തെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇതാണ് അക്കേഷ്യയുടെ ചിത്രം. നമ്മുടെ കോളേജിൽ തന്നെ ഫോട്ടോ ഞാൻ എടുത്തിട്ടേക്കുന്നത് കേട്ടോ, കണ്ടിട്ടില്ലെന്ന് പറഞ്ഞേക്കരുത്, വേണേൽ പോയി തൊട്ട് നോക്കാം. അത്രമാത്രം ഇൻവേഷീവ് സ്പീഷീസാണ്. ഇതുകൊണ്ട് മുഷി, ഏത് മുഷിയാണെന്ന് പറയുന്നത് നമ്മളിവിടുത്തെ മുഷിയല്ല കേട്ടോ. ഇത് നമ്മളിവിടുത്തെ മുഷി എന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള മുഷി. അതിന് അങ്ങനെ മറ്റുള്ള ഇല്ലെന്നാക്കി ജീവിക്കാനുള്ള സാധ്യത കുറവാണ്, കപ്പാസിറ്റി കുറവാണ്. ഇത് ആഫ്രിക്കൻ മുഷിയാണ് കേട്ടോ. ആഫ്രിക്കൻ മുഷി ആഫ്രിക്കക്കാർ കൈകാര്യം ചെയ്ത് വളർത്തുന്നുണ്ടോ ഉണ്ടോ? എത്ര വലുതാന്ന് നോക്കൂ, ഇത്രയും വെള്ളം മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇൻവേഷീവ് സ്പീഷീസ്. നമുക്ക് പറ്റിയല്ലാത്ത ജീവികൾ നമ്മുടെ ആവാസവ്യവസ്ഥ ജീവിക്കാം. ഓവർ ഫിഷിംഗ്, എക്സസീവ് അഗ്രികൾച്ചർ, ഡാമേജ് ടു ദി മറൈൻ ഇക്കോസിസ്റ്റം due to the extraction of mineral etc. some of the factors that led to the destruction of the biodiversity നാശങ്ങൾക്ക് കാരണം നമ്മൾ പറഞ്ഞു കേട്ടോ. The world is trying to limit the damage done to the biodiversity. Still, the undestructive human activities are causing irreversible loss of biodiversity. In Kerala, the Kasturi Rangan report argues for the protection of the western Ghats so that biodiversity can be preserved. Okay, then wildlife conflict. ഓരോന്നും ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. The main wildlife conflict is an instance of human intervention, animal and other wildlife. Over the last few decades, there is increasing instance of conflict in the hilly areas of Kerala, other states. Elephants, tigers, kangaroos, goats, king cobras, cheetahs, etc. are coming to human settlements. പന്നികൾ
ടൈഗേഴ്സ്, എലിഫൻസ്, കിങ് കോബ്രാസ്, ചീറ്റാസ്, കിങ് കോബ്ര, ചേരപ്പാമ്പ് പോലെ എല്ലായിടത്തും ഉണ്ട്. ഇതിലൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. എന്നാ അവിടെ ആവാസവ്യവസ്ഥയില്ല. മനുഷ്യൻ അവിടെ കയറി ഇമാരെല്ലാം തീർത്ത് കളയും. ആർ കമ്മിങ് ടു ഹ്യൂമൻസ്. ദേ ആർ ഡിസ്ട്രോയിങ് ക്രോപ്സ് ആൻഡ് കോൺഫ്ലിക്റ്റ് വില്ലേജസ്. മെയിൻ റീസൺ ഫോർ ദിസ് മൈൻ കോൺഫ്ലിക്റ്റ് ഇസ് ഷ്രിങ്കിങ് ഫോറസ്റ്റ്. Following are the main factors related to wildlife, man-wildlife conflict: deforestation, excessive agriculture, okay, exploitation of forest resources by humans, shrinking of forest, poaching by humans, okay, instance of conflict increasing and widely prevalent in villages sitting near to forest. There is need to restrict human areas in forest areas so that wildlife can thrive there. ഇതുണ്ടോ ഒരു എക്സാമ്പിളാണ്. ഈ പുലിയെ ഫിനിഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ, അടിച്ചു ഒന്നോളം. ശരി, നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ചിത്രം ഒന്നുണ്ടോ, എന്തോ മാരകമായ വസ്തു വെച്ച് അതിൻ്റെ മേത്ത് തറച്ചേക്കുക. ഓക്കെ, അങ്ങനെ ഓടിക്കുക. അപ്പോൾ അത്രയും കൊണ്ട് നമ്മുടെ ഈ ക്ലാസ് തീർന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹാബിറ്റാറ്റ് ലോസിൻ്റെ എക്സാമ്പിളാണ് അല്ലെങ്കിൽ കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് മുഴുവനും. ഓരോ പോയിന്റുകളും നിങ്ങൾ ഓർത്തിരിക്കണം. എല്ലാ പോയിന്റുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം ഇതിനു മുമ്പുള്ള പല ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അത് മറ്റ് പലയിടത്തുനിന്ന് അഡാപ്റ്റ് ചെയ്യുന്നതാണ്. റിപ്പീറ്റേഷൻ ആവില്ലെന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ നോട്ട്സ് നിങ്ങൾ നോക്കണം, വായിക്കണം. പിന്നെ എന്താണ് ഇതിക്കുള്ള എനിക്ക് പറയാനുള്ളത്, ഈ പോയിൻറ്റ്സ് എല്ലാം ഓർത്തിരിക്കണം. ഇവിടെ നമ്മളിവിടെ പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഹാബിറ്റാറ്റ് ലോസിന് കാരണമായ 10 ഫാക്ടേഴ്സ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഹാബിറ്റാറ്റ് ലോസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ത്രെഡ്സ് ടു ബയോഡൈവേഴ്സിറ്റിയാണ് ഇതിൻ്റെ എല്ലാം. എന്തെല്ലാം ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ് ആണ് ഉള്ളതെന്നുള്ളത് നമ്മൾ താഴെ പറയുന്നത്. അപ്പോൾ ഈ താഴെ പറയുന്ന മുഴുവൻ ടോപ്പിക്കുകളും ത്രെഡ്സ് ടു ബയോഡൈവേഴ്സിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് എസ്സേ ആയിട്ട് നിങ്ങൾ കണ്ടെത്തി പഠിക്കുകയും മറ്റുള്ള ടോപ്പിക്കിൽ നിന്നും പൊല്യൂഷൻ പോലുള്ള സംഭവങ്ങൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രമാത്രം വേണമെങ്കിലും പറയാൻ പറ്റും, പക്ഷേ എല്ലാ പോയിൻറ്റും കൊണ്ടൊന്നും ഇത് ചുരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ജോലി. ഓക്കെ, സോ താങ്ക്സ് ഫോർ ലിസണിങ്.